ഹായ്. ദൈവം ഇന്ന് നിങ്ങളെ മാനിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കും? നിങ്ങൾ പലരും പറയും, ദൈവം എന്തിനാ എന്നെ മാനിക്കുന്നേ? ദൈവം മാനിക്കാനായിട്ടുള്ള ഒരു കഴിവ് എനിക്കുണ്ടോ? ഞാനൊരു പാപിയല്ലേ, ദൈവം എന്നോട് ക്ഷമിക്കുകയല്ലേ ചെയ്യണ്ടേ എന്നൊക്കെ. എന്നല്ലെങ്കിൽ നിങ്ങളെ ബൈബിളിലെ ഒരു കഥയിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം, സക്കിയൂസിൻ്റെ കഥ. സക്കിയൂസ് ആ നാട്ടിലെ ജെറിക്കോയിലെ ഏറ്റവും വലിയ ടാക്സ് കളക്ടറായിരുന്നു, ഏറ്റവും വലിയ പാപി എന്ന ലേബലിൽ അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു, ഏറ്റവും വലിയ ധനികനുമായിരുന്നു. അദ്ദേഹം യേശുവിനെ കാണാനായി സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറുന്നു. തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിൻ്റെ ഇടയ്ക്കൂടെ യേശു നടന്ന് വന്ന് സിക്കമോർ മരത്തിൻ്റെ അടിയിൽ ചെല്ലുമ്പോൾ യേശു സക്കീസിനെ നോക്കിയിട്ട് പറയുന്നു, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ അത്താഴം കഴിക്കും, ഇന്ന് ഞാൻ നിൻ്റെ കൂടെ താമസിക്കും. യേശു സക്കീസിനെ ഓണർ ചെയ്യുവാണ്. എന്തിനാ യേശു സക്യൂസിനെ ഓണർ ചെയ്തേ? നമുക്ക് ആർക്കും അറിയില്ല, അത്രയും വലിയൊരു പാപിയെ. പക്ഷേ ഇമ്മീഡിയറ്റ്ലി സക്യൂസ് പറയുന്നു, ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, ബൈബിൾ പറയുന്നു ഞാൻ എത്ര മേടിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി കൊടുക്കും, എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി നന്മ ഞാൻ ചെയ്യും എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് സക്യൂസ് ഉയരുകയാണ്. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്യൂസ് ഒന്നേ ചെയ്തോളൂ. സക്യൂസ് യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ഞാനും നിങ്ങളും നമ്മുടെ ഉള്ളത്തിൽ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് നമുക്ക് വേണ്ടി ഇൻറ്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പാപിയാണ്, ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ മാനിക്കലിന് നമ്മൾ വെറുത്തല്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറട്ടെ. യേശു നമ്മളെ എപ്പോഴും മാനിക്കാൻ തയ്യാറാണ്. ഒന്നേ നമുക്ക് ചെയ്യേണ്ടുള്ളൂ, അവങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ലെങ്കിൽ നമ്മൾ മാനിച്ചു എന്നുള്ളതാണ്, നമ്മൾ മാനിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ അതിനു വേണ്ടിയിട്ട് എക്വിപ്പ് ചെയ്യാം. സക്കിയൂസിനെ പോലെ യേശുവിനെ ഒന്ന് കാണാനായിട്ടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ള ജനുവിനായിട്ട് നമുക്കുണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ, വലിയ സാന്നിധ്യം നിങ്ങളുടെ ഓരോരുത്തരും ഭവനങ്ങളിൽ ഇപ്പോൾ തന്നെ നിറയട്ടെ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അധികമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ഗോഡ് ബ്ലെസ് യു വണ്ടർഫുള്ളി ആൻഡ് അബണ്ടന്റ്ലി. ടേക്ക് കെയർ.